ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൂമീസ് വ്ലോഗ്. ഇന്ന് ഇവിടെ കാണിക്കുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പിയാണ്. ഇത് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് പഴവും മൈദയും വെച്ചിട്ടാണ് കേട്ടോ. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. അതിനായിട്ട് 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ കറുത്ത പഴമാണെങ്കിലൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ 2 നേന്ത്രപ്പഴം ഞാൻ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സർ ജാറിലേക്ക് അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഇനി അതിലേക്ക് ഒരു 3 ടീസ്പൂണ് ശർക്കര പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ശർക്കരയുടെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പിന്റെ അളവ് തന്നെയാണിത്. ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് തന്നെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് മൈദയാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഗോതമ്പ് മാവ് വേണമെങ്കിലും എടുക്കാട്ടോ. ഞാനിവിടെ മൈദയാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് പോരാ, നമുക്ക് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പൊ ഓരോരുത്തർ എടുക്കുന്ന പഴത്തിന്റെ കണക്കനുസരിച്ചിരിക്കും. പഴം ചെറുതും വലുതൊക്കെ ആയിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള പഴം എടുത്തിട്ടുള്ളത്. അത് 2 പഴം ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ നിങ്ങൾ എടുക്കുന്ന പഴത്തിന്റെ അളവ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. 1/2 കപ്പ് കുറേശ്ശെ ആയിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പൊ സ്പൂണിൽ നിന്ന് ഒരു വിട്ട് വരുന്ന പരുവാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. ഇങ്ങനെ വീണ് പോകും, സ്പൂണിൽ നിന്ന് ഇങ്ങനെ വീണ് പോകുന്ന ഒരു പരുവാണ് വേണ്ടത്. ഇപ്പൊ അതിലേക്ക് 1/4 കപ്പും 2 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടല് 3/4 കപ്പും 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിന്റെ പകുതി ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും മതി. ഇപ്പൊ നമ്മുടെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് മാറ്റി വെക്കാം. ഇപ്പൊ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഒരു ചട്ടി വെച്ചു കൊടുത്ത് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് തന്നെ ചൂടായി വരണം. എണ്ണ നന്നായി ചൂടാക്കി എടുക്കുക. അതിനുശേഷം ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. എന്നിട്ട് ഓരോ സ്പൂൺ വീതം ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു ഭാഗം ഒന്ന് ചൂടായി വന്നാൽ ഇതുപോലെ 1-2 മിനിറ്റ് കഴിഞ്ഞാൽ അതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. ചെറിയൊരു കളർ മാറി വന്നാൽ മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിന്റെ ഉള്ളു വെന്ത് കിട്ടണം. അപ്പൊ അതുകൊണ്ട് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇതുപോലെ തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പൊ ആദ്യം ഇട്ട് കൊടുത്തത് ഞാനിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും മതിയിട്ട്. ഇതുപോലെ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇതുപോലെ എല്ലാം ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്ര ഉള്ള വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അടിപൊളിയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ വരുമ്പോൾ കൊടുക്കാൻ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടത്. അപ്പോൾ മൈദയും പഴവും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇനിയിപ്പോ മൈദ അല്ല എങ്കിൽ ഗോതമ്പ് മാവിലായാലും നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ ഈ ഒരു സ്നാക്കിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്